എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ, എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ, നെഞ്ചിൽ നെരിപ്പോടു കത്തുന്ന നേരം നെഞ്ചോടണച്ചവനേ. അച്ഛാ, കുറേ അധികം ശുശ്രൂഷകളിൽ പാടുന്നൊരു പാട്ടാണത്. നല്ലൊരു ഹീലിംഗ് ഉള്ള പാട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു പാട്ടിൻ്റെ പിന്നിൽ ഇത്രയും ഒരു സൗഖ്യം എന്നറിയാനായിട്ട് കാരണം? പുതിയ പാട്ടാണിത്. ഇത് തമിഴ്നാട്ടിൽ ആളുകളെ കൊന്നിട്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത്, ശരിക്കും പീഡനം നടന്ന സ്ഥലത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, അവിടെ ഒരു കുന്നിൻ്റെ പുറത്ത് സാധാരണ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിപ്പിക്കുക. അവിടെ പകലിരുന്ന് കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ തോന്നി. ഒരു ക്രൂശരൂപം അവിടെ ഇരിപ്പുണ്ട്. ഈ ക്രൂശരൂപത്തിലേക്ക് ചെന്ന് ഇരിക്കുകയും കണ്ണീര് വന്ന് പാട്ട് വരികയായിരുന്നു. ഇത് കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ, നെഞ്ചിൽ നെരിപ്പോടു കത്തുന്ന നേരം നെഞ്ചോടണച്ചവനേ, വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. ഇങ്ങനെ പാട്ട് പോവുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ ആളുകൾ സഹിച്ച വേദനയും തിക്കുമുട്ടലും പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ ഒരു പ്രാർത്ഥനയായി ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ടായിരിക്കും. ആ റെസൊണൻസ്, അനുരണനം, അതിൻ്റെ ആ മാറ്റൊല്ലി. അപ്പോൾ ആ മാറ്റൊല്ലി പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു പാട്ടായി മാറുകയാണ് ചെയ്തത്. ശരിക്കും അന്ന് അതവിടെ പാടി തുടങ്ങുകയും ചെയ്തു. ഈ പാട്ടുണ്ടായ അന്ന് എനിക്കറിയാമായിരുന്നു ഇത് ആളുകളെ തൊടുമെന്ന്.
ഇത്രയേറെ എന്നും ഒഴിഞ്ഞു. എത്രമാത്രം എന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെ എന്നും ഒഴിഞ്ഞു. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ, വീണ്ടുമൊന്നു നോക്കവേ കണ്ടതില്ല ആണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാൻ. ആണിയല്ല സ്നേഹമാണു ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാ. വീണ്ടുമൊന്നു നോക്കവേ കണ്ടതില്ല ആണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാൻ. ആണിയല്ല സ്നേഹമാണു ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാ. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ, നെഞ്ചിൽ നിറിപ്പോടു കത്തുന്ന നേരം നെഞ്ചോടണച്ചവനേ, വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ. ഒരിക്കലൊരു ഒരു ബോണിയും കണ്ടു കാണും. ഒരു 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 ചുമരിൽ ഞാൻ കണ്ടു, കർത്താവ്, ഐ ആസ്ക്ഡ് മൈ ഗോഡ് ഹൗ മച്ച് യു ഡു യു ലവ് മീ, ആൻഡ് മൈ ഗോഡ് സ്ട്രെച്ചഡ് ഹിസ് ഹാൻഡ്സ് ആൻഡ് സെഡ് ദിസ് മച്ച് എന്ന് കർത്താവിനോട് ഞാൻ ചോദിച്ചു, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു? അപ്പോൾ അവൻ കരം വിരിച്ച് പറഞ്ഞു, ഇത്രമാത്രം. അപ്പോൾ ഇത് ഉടൻ തന്നെ ഇതിൻ്റെ ബാക്കിയായിട്ട് എഴുതാൻ തോന്നി. എത്രമാത്രം എന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യം ഉന്നയിച്ച നാളിലും. എത്രമാത്രം എന്നെ നീ, നിനക്ക് ഞാൻ വലുതാണോ? നീ എന്നെ കരുതുന്നുണ്ടോ? ഞാൻ പ്രധാനപ്പെട്ട വ്യക്തിയാണോ നിനക്ക്? ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് എന്തെങ്കിലും വിലയുണ്ടോ എന്ന് ഞാൻ തന്നെ എൻ്റെ വർത്തിനെക്കുറിച്ച്, എൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു ലക്കില്ലാതെ വന്നപ്പം ഞാൻ ചോദിച്ചു, എത്രമാത്രം എന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യം ഉന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെ എന്നു മൊഴിഞ്ഞു. ഇങ്ങനെയാ പാട്ട് രൂപപ്പെടുന്നത്. അത് സ്നേഹത്തിൻ്റെ ഒരു നിറവിൽ നിന്ന് വന്നൊരു പാട്ടാണത്. അതെ, അത് മനോഹരമായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് ഗായകരാണ് വിൽസൺ പ്രഭുവും ദലീമയുടെ ആത്മാവിൻ്റെ ഒരു നൈർമല്യം എപ്പോഴും എന്നെ സ്വാധീനം. ഒരു നല്ല ഒരു ഹ്യൂമൻ പേഴ്സൺ. വിൽസൺ ആണെങ്കിൽ ഒരിക്കലും ഒരു അഹങ്കാരം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അനുഭവം. ഇവർ രണ്ടുപേരും കൂടി ഈ പാട്ട് പാടിയപ്പം രണ്ടുപേരെയും കൂടെ പാടിച്ചിട്ട് എഡിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അവർ നന്നായിട്ടത് പാടുകയും ചെയ്തു. ഒരുപാട് ശുശ്രൂഷകൾ കേൾക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകളിൽ എവിടെയെങ്കിലും ഒരു ശുശ്രൂഷ ഇങ്ങനെ തണുത്ത് പോകുന്ന സമയത്ത്
ഈ പാട്ടൊന്ന് പാടിച്ച് അനുതാപത്തിലേക്ക് എത്തിച്ചാൽ ഉടനെ ആൾക്കാർ കൃപയിലേക്ക് ഉയർന്നു വരുന്നത് കണ്ടിട്ടുണ്ട്. ഈ പാട്ടിന് അത്രയും ഒരു അഭിഷേകം ദൈവം തന്നു, ദൈവത്തിന് മാത്രം, ദൈവം ആ പാട്ടിനെ ഉപയോഗിക്കുന്ന അത്രയേ ഉള്ളൂ. ഓ ചരണം എങ്ങനെയാണ് വെച്ചാൽ അതും ഒരു ചുമരിൽ നിന്ന് കിട്ടിയതാ. ഓ ഇതൊരു ചുമർപ്പാട്ടാണ്, ഒരു ഭിത്തിപ്പാട്ടാണ്. കാരണം ഒരു ചുമരിൽ ഞാൻ നോക്കി ഒരിടത്ത് കണ്ടു, ഇറ്റ്സ് നോട്ട് നെയിൽസ് ബട്ട് ഹിസ് ലവ് ദാറ്റ് ഫിക്സർ ഹിം ഓൺ ക്രോസ്, അങ്ങനെ കണ്ട്. ഇത് ആണിയല്ല, എൻ്റെ സ്നേഹമാണ് അവനെ കുറിച്ചത്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആശയമാണ്. കാരണം ആരെങ്കിലും അടിച്ച് പൂട്ടിക്കെട്ടി വലിച്ച് ഇഴച്ച് ഗത്യന്തരമില്ലാതെ എല്ലാ വഴിയും അടഞ്ഞുകൊണ്ട് ചത്തേക്കാന്ന് തീരുമാനിച്ചതല്ല ഈശോ. പടയാളികളുടെ കൈ പെട്ടുപോയ അവൻ അതിനെ സ്വയം വരിച്ചതാണ്. സ്വയംവരം, അവൻ മരണത്തെ മണവാട്ടിയാക്കിയതാണ്, സ്വയംവരം ചെയ്തായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ശരീരം വിട്ടുതരുന്നു, ആരെങ്കിലും അതിൽ നിന്ന് എടുക്കുകയല്ല, അവൻ സ്വയമേവ സമർപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നും ഇതൊരു ഒരു ഒരു ശരണം കെട്ട മരണമായിപ്പോയല്ലോ. അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഗത്യന്തരമില്ലാതെ മരിച്ചതല്ല, അവൻ സ്നേഹം പ്രൂവ് ചെയ്ത അവിടെ ഇത് കൂടി ചെയ്യാനില്ല. അപ്പം വീണ്ടും ഒന്ന് നോക്കവേ കണ്ടതില്ല ആണികൾ ക്രൂശിനോട്. ഇപ്പം ഞാനൊരു കർത്താവെ, ഞാനൊരു സ്വപ്നത്തിൽ എന്നവണ്ണം, ഒരു ദർശനത്തിൽ എന്നവണ്ണം, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിമിഷം പെട്ടെന്ന് കുരിശിലേക്ക് നോക്കിയപ്പം, ദൈവമേ കുരിശിൽ ആണിയില്ല. പിന്നെ ആണിയല്ല സ്നേഹമാണ് ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയായി. എനിക്കവിടെ കരയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം നീ ഒരു ഗത്യന്തരമില്ലാതെ മരിച്ചതല്ല, പിന്നെയോ എനിക്ക് വേണ്ടി നീ അത് സഹിച്ചു, സ്നേഹത്തെ പ്രതി. അപ്പം അങ്ങനെ ആ പാട്ട് അങ്ങനെ വളർന്നത് കൊണ്ട് അത് ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ടു. വീണ്ടുമൊന്നു നോക്കവേ കണ്ടതില്ല ആണികൾ ക്രൂശിനോട് നിന്നെ ചേർക്കുവാൻ. ആണിയല്ല സ്നേഹമാണ് ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു നിറഞ്ഞു നിൽക്കയായി. ഇതെൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവം കൂടെയാണ്. എന്താ വെച്ചാൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞ ശമയോൻ ഈ രാത്രി ചില കാര്യങ്ങൾ സംഭവിക്കും. എന്നാ കർത്താവേ? കേപ്പാ, നീ പാറ പോലെ ആണെങ്കിലും നീ പതിര് പോലെ പാറ്റപ്പെടുന്ന രാത്രി. അപ്പം കേപ്പ പറഞ്ഞ കേൾക്കട്ടെ നീ ഇങ്ങനെ കേൾക്കട്ടെ പിന്നെ കേൾക്കട്ടെ, പറ രസമുണ്ട് കേൾക്കാൻ. ഇന്ന് കോഴി കൂവാ, അത് കേൾക്കട്ടെ കോഴി പോവും. അതിനു മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. അപ്പം പത്രോസ് പറഞ്ഞു, നീ ഇത് വല്ല അന്ത്രയോസിനെ കുറിച്ച് വല്ലതും പറ. എൻ്റെ കർത്താവേ, അത് വല്ല ഈ ആടി തൂങ്ങിക്കും തോമ, ഇവരോടൊക്കെ പോയി പറ. ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത് ജീവൻ പോയാൽ ഈ പത്രോസ് കുലുങ്ങത്തെ ഞാൻ തിരഞ്ഞെടുപ്പൊന്നുമല്ല നടത്തിയത്. ഞാൻ കുടുംബവും വീടും കണ്ണീരും ഭാരവും കടലും വലയും അലയും തിരയും ഒക്കെ കണ്ടിട്ടുണ്ട്. കുറച്ച് വെയിലത്ത് കുരുത്ത തകരയില്ല, ഞാൻ ഇത് തീയിൽ കുരുത്ത. വെയിലൊന്നും എനിക്ക് പ്രശ്നമില്ല. തീയിൽ കുരുത്ത് വെയിലത്ത് പാടില്ല. നീ എന്നെ ശക്തിപ്പെടുത്തി സമയം കളയണ്ട, നീ അവരെയൊക്കെ ശക്തിപ്പെടുത്ത്. ആ ചെറുപ്പക്കാരൻ യോഹനാണല്ലോ, പുളുന്ത് പയ്യൻ, അവനെയൊക്കെ ശക്തിപ്പെടുത്ത്. എൻ്റെ കാര്യം ഞാൻ നോക്കാം. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ക്ഷയിക്കാതിരിക്കട്ടെ. പക്ഷേ അവരും കൂടെ നിന്നാൽ കൊള്ളാം. പിന്നെ അവർ മൊത്തത്തോടെയൊക്കെ പ്രശ്നമായ ചിലപ്പോൾ ഞാൻ വീണ്ടും അവരെല്ലാം ഞാനായിക്കൊണ്ടൊരു പിഴവും ഇന്ന് രാത്രിയിൽ ഉണ്ടാകത്തില്ല, അത് നിനക്ക് ഉറപ്പിക്കാം. പിന്നെ എന്നാ സംഭവിച്ചെന്ന് നമുക്കറിയാം. അപ്പം ശരിക്കും പാരമ്പര്യം പറയുന്നുണ്ട്, ഈ 3 കോഴി കൂവുമ്പം ശരിക്കും തള്ളിപ്പറഞ്ഞല്ലോ. തള്ളിപ്പറഞ്ഞ വളരെ രസകരമല്ലേ ആ സംഭവം, തള്ളിപ്പറഞ്ഞു പോയല്ലോ. അപ്പോൾ പ്രത്തോറിയത്തിൽ നിന്ന് ശിരസ് മുതൽ പാദം വരെ മുറിവേറ്റ ഈ ഈശോ, പക്ഷേ കണ്ണോ മുഖമോ മൂക്കോ ഒന്നും തിരിച്ചറിയത്തില്ലാത്ത വിധം ഈ രക്തധാരയിൽ മുങ്ങിയ കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് ശമയോനെ, സ്നേഹാർദ്രമായി, കുറ്റപ്പെടുത്താതെയാണ്. നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ, ഒരു 10 പൈസയുടെ വില വെക്കാറുന്നല്ലോ. ആ ചോദ്യത്തിന് അർത്ഥമില്ല. ശമയോനെ, എനിക്ക് ഒരുപാട് നൊന്തല്ലോ. മുറിവ് മുഴുവനേറ്റ് ചതഞ്ഞ കർത്താവ് ഇനി എന്നാ മുറിവ്? അവനൊരു നിസ്സംഗമായ നിസ്സംഗം എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് അർത്ഥത്തിൽ, ആ ഒരു വേദനയിലല്ല, ഒരു സ്നേഹാർദ്രമായൊരു നോട്ടം. സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ നോട്ടമാണ് ശമയോനെ പിന്നീട് കരയിക്കുന്നത്. പേടിയല്ല, തെറ്റിനെക്കുറിച്ചുള്ള
കുറ്റബോധമല്ല, അയ്യോ എനിക്കിത് പറ്റിയല്ലോ, ഞാൻ വീമ്പിളക്കിയതാണല്ലോ, ഇതൊന്നുമല്ല. സ്നേഹമാണ് കരയിപ്പിച്ചത്. ആണിയല്ല സ്നേഹമാണ് ക്രൂശിൽ നിന്നെ. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ മനസ്താപമുണ്ടായിട്ടുള്ളത്. ഞാൻ എൻ്റെ ഹൃദയം പറയും, എനിക്ക് ഇന്ന് വരെ എൻ്റെ കുറവാണെന്നർത്ഥം നരകമോർത്തൊരു ഭയം തോന്നിയിട്ടില്ല. പക്ഷേ അവിടുത്തെ സ്നേഹമോർത്ത് ഒരുപാട് കുർബാനകളിൽ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിക്കാൻ ഞാൻ ആരാണെന്നീശോയെ. ശരിക്കും ആ പാട്ടിൻ്റെയൊക്കെ, ആ പഴയ കാല പാട്ടിൻ്റെയൊക്കെ ഒരു അടുത്ത സ്റ്റെപ്പാണിത്. വീണ്ടുമൊന്നു നോക്കവേ, കണ്ടതില്ല ആണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാൻ. വിധിയില്ല, കുറ്റപ്പെടുത്തലില്ല, എൻ്റെ പാപവീഴ്ചയോർത്ത് ശാപമില്ല. എന്ത് കൃപ തന്നതാ, എന്തോരോ തവണ ഞാൻ താങ്ങിയതാ, എന്നിട്ട് നീ ഇതാണല്ലോ ചെയ്തത്. നോ, ആണിയല്ല സ്നേഹമാണു ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയായി. അതുകൊണ്ട് എനിക്കും ഈ പാട്ട് പാടിയപ്പം മുഴുവൻ കുറേ മണിക്കൂർ, 1.5 മണിക്കൂർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ഈ പാട്ടുണ്ടായത്. അത് ഇന്ന് ആൾക്കാരെ നല്ല അർത്ഥത്തിൽ കരയിക്കുന്നു. അത് സന്തോഷം. അത് കേൾക്കുമ്പോൾ ഒത്തിരി പേർക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് പാടാമോ? കോടാനുകോടി പാപം മറന്നെന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഓർമ്മിപ്പിക്കുക. ഞാനാണേ ഞാൻ ഓർക്കുകയില്ല നിങ്ങളുടെ പാപം. കർത്താവ് പ്രവാചക ഗ്രന്ഥങ്ങളിൽ പറയുന്നു. അത് സഞ്ചിയിലാക്കി ആഴിയുടെ അടിത്തട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു, നീ ഒരിക്കലും ഓർക്കുകയില്ല. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ, നെഞ്ചിൽ നെരിപ്പോടു കത്തുന്ന നേരം നെഞ്ചോടണച്ചവനേ, വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. എത്രമാത്രം എന്നെ നീ കരുതുന്നു എന്നു ഞാൻ ചോദ്യം ഉന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെ എന്നു മൊഴിഞ്ഞു. വീണ്ടും ഒന്ന് ഞാൻ സംശയമായി, എനിക്ക് സംശയം പിന്നെയും വീണ്ടും ഒന്ന് നോക്കവേ, ഞാൻ കണ്ടതില്ല ആണികൾ ക്രൂശിനോടു നിന്നെ കെട്ടുവാൻ. ആണിയൊന്നുമല്ല, സ്നേഹമാണ് കുരിശിൽ നിന്നെ ചേർത്ത് വെച്ചതെന്ന് ഓർത്താണ് എൻ്റെ ദൈവമേ ഞാൻ ഇന്ന് വരെ കരഞ്ഞിട്ടുള്ളത്. നാളെയും അങ്ങനെ ആകണം. ഈ വർത്തമാനം ഒരു സ്നേഹത്തിൻ്റെ വർത്തമാനമായിരുന്നു. അതെ, നമ്മളെ കേൾക്കുന്ന എല്ലാവർക്കും ഈശോയുടെ ഈ ഒരു സ്നേഹാനുഭവം കിട്ടട്ടെ. അങ്ങനെ സംഭവിക്കട്ടെ മോണി, അങ്ങനെ പ്രാർത്ഥിക്കച്ച. കർത്താവെ, കുമ്പസാരങ്ങൾ പാപത്തിൻ്റെ ഭീകരതയോർത്താണ്. കുമ്പസാരങ്ങൾ എനിക്കിത് സംഭവിച്ചല്ലോ എന്ന അഹങ്കാരത്തിൽ നിന്നാണ്. എനിക്ക് സംഭവിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ പറ്റിപ്പോയി. എനിക്കിത് പറ്റില്ലായിരുന്നു. കുമ്പസാരങ്ങൾ സ്നേഹത്തിൽ നിന്നാകട്ടെ, ഭയങ്ങളിൽ നിന്ന് ആകാതിരിക്കട്ടെ. ആണിയല്ല, സ്നേഹം കൊണ്ടാണ് നീ മരിച്ചത്. ആയതിനാൽ നിൻ്റെ സ്നേഹം ഞങ്ങളിൽ അനുതാപം ഉണർത്തട്ടെ. കർത്താവെ, മരണം വരെ പാപം ചെയ്താലും മരണം വരെ നീ കൃപ ചൊരിയുന്നവനാണെന്ന് ഓർക്കുമ്പം മരണത്തിനിപ്പുറം എന്നെങ്കിലും അങ്ങേക്ക് എൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കാൻ ഇടയാവണം. മരിക്കുന്നതിന് മുമ്പ് ഒരു പൂർണ്ണമായ വിടുതൽ ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ, ഞങ്ങളെ എത്രയും വേഗം നിൻ്റെ മനസ്സിന് ചേർന്ന വിധമാക്കണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ.
എത്രമാത്രം എന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെ എന്നും ഒഴിഞ്ഞു. എത്രമാത്രം എന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെ എന്നും ഒഴിഞ്ഞു. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ, വീണ്ടുമൊന്നു നോക്കവേ കണ്ടതില്ല ആണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാൻ. ആണിയല്ല സ്നേഹമാണു ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാ. വീണ്ടുമൊന്നു നോക്കവേ കണ്ടതില്ല ആണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാൻ. ആണിയല്ല സ്നേഹമാണു ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാ. കോടാനുകോടി